+2 കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ ഇൻടെക്സ് ക്വസ്റ്റ്യൻ 5.6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചോദ്യം ഇതാണ്, രണ്ട് കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. NiCl4 രണ്ടാമത്തെ കോംപ്ലക്സ് ഏതാണ്? NiCO4 ഈ രണ്ട് കോംപ്ലക്സുകളുടെയും ജോമെട്രി സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. എന്നാൽ ആദ്യത്തെ കോംപ്ലക്സ് പാരാമാഗ്നറ്റിക്കും രണ്ടാമത്തെ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക്കുമാണ്. ഇതിന്റെ റീസൺ ആണ് മക്കളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം രണ്ട് കോംപ്ലക്സുകളിലെയും സെൻട്രൽ മെറ്റൽ അയോൺ നിക്കൽ അല്ലെ, നിക്കൽ ആണ്. നിക്കലിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ 3d8 4s2 ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ 28 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 3d8 4s2 ആണ്. എന്നാൽ ആദ്യത്തെ കോംപ്ലക്സിൽ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് 4s2ൽ ഈ രണ്ട് ഇലക്ട്രോൺസ് ഇല്ല. 3d8ൽ മാത്രമേ ആൾക്കാരുള്ളൂ. അപ്പൊ നമുക്ക് വരയ്ക്കാം 1 2 3 4 5 6 7 8. ഇവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത് ക്ലോറിഡോ ആണ്, Cl ആണ്. സോ അതൊരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. പെയറിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ കോംപ്ലക്സിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെയും നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 4s2 ആണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല, 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ 3d8 4s2 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബോണൈൽ ആണ് ലിഗാൻഡ്. കാർബോണൈലിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് പെയറിംഗ് നടക്കും. സോ 4sലുള്ള രണ്ട് ഇലക്ട്രോൺ കൂടി ഇപ്പുറത്തേക്ക് വന്ന് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1 2 3 4 5 ഓൾറെഡി 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പുറത്തെ രണ്ട് ഇലക്ട്രോണും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് പെയറിംഗ് നടന്നത് കൊണ്ട് തന്നെ അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും തന്നെ പ്രസന്റ് അല്ല. സോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഉള്ള രണ്ടാമത്തെ കോംപ്ലക്സ് ഡയമagnetic കോംപ്ലക്സ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0 ആണ്. ആദ്യത്തെ കോംപ്ലക്സ് പാരാമാഗ്നറ്റിക് ആണ്, കാരണം അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ്.